നമസ്കാരം, വെൽക്കം ടു പ്രീതീസ് റെസിപ്പീസ്. ഇന്ന് കാണിക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ളൊരു വിഭവമാണ്. നമ്മുടെ സ്വന്തം ചക്കട. എല്ലാവരുടെ വീട്ടിലും ചക്ക സീസണായ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ? ഞാൻ തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചക്കട തയ്യാറാക്കാമെന്ന് നോക്കാം. ചക്ക വരട്ടി വെക്കണം. ചക്ക നമ്മൾ നല്ല പഴുത്ത ചക്ക കുക്കറിലിട്ട് അരിഞ്ഞ് വൃത്തിയാക്കിയ ശേഷം കുക്കറിലിട്ട് ശർക്കരയും ചേർത്ത് വേവിച്ച് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്ത് അതിലേക്ക് നെയ്യ് ചേർത്ത് ശർക്കര ഉരുക്കി നീരും ചേർത്ത് നന്നായി വരട്ടി വയ്ക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്കട ഉണ്ടാക്കുക ഈ ഒരു ഇലയിലാണ്. ഇവിടെ പേര് പറയുക പൊടുണ്ണി എന്നാണ് ഈ ഒരു മരത്തിന്. ഇതിൻ്റെ ഇലയിലാണ് നമ്മൾ ചക്കട ഉണ്ടാക്കുക. ഈ ഒരു ഇലയിൽ തലേ ദിവസം രാത്രി ചക്കട വേവിച്ച് വെച്ചിട്ട് പിറ്റത്തെ ദിവസം നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു മണം വരാനുണ്ട് ചക്കടയ്ക്ക്. ആ ഇലയുടെയും ഒക്കെ ചേർത്തിട്ടൊരു നല്ലൊരു സ്മെല്ലുണ്ടാവും. അതിൽ ആ അട കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് തയ്യാറാക്കുന്നത് ഈ ഒരു ഇലയിലാണ്, പൊടുണ്ണിയുടെ ഇലയിൽ. ഇനി ഈ ഇല കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് വാഴയിലയിലും ചക്കട തയ്യാറാക്കാം. വരട്ടി വെച്ചിരിക്കുന്ന ചക്ക ഒരു ബൗൾ എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. ഇത് പച്ചരി പൊടിച്ചെടുത്തതാണ്, വറുത്ത അരിപ്പൊടി തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഏലക്ക, ചുക്ക്, ജീരകം, പഞ്ചസാര, ഇത് മൂന്നും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ചക്ക വരട്ടിയതാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചക്ക വരട്ടി വെച്ചിരുന്നു. ഈ ഒരു കളറായിട്ടാണ് നമ്മൾ ചക്ക വരട്ടിയത് എടുത്ത് വയ്ക്കുക. ഇത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ അളവ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് നാളികേരം ചെറുതാക്കി നുറുക്കിയെടുത്തതാണ്. പിന്നെ വേണ്ടത് നമ്മുടെ ഇല. ഇത് നന്നായി കഴുകി തുടച്ച് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മാവ് ഒന്ന് സെറ്റാക്കാം. ആദ്യം വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചക്ക വരട്ടിയതാണ്. അപ്പം ഞാൻ ഇത്രയും ചക്ക വരട്ടിയതാണ് എടുത്തിരിക്കുന്നത്. ഈ ചക്കയൊക്കെ ഗ്യാസാന്ന് പറയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചുക്കും ജീരകവും ഏലയ്ക്കും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചത് ചേർക്കുന്നത്. അതൊരു 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത്, അത് നമ്മുടെ രുചിക്കനുസരിച്ച് അതിൻ്റെ അളവിലും വ്യത്യാസം വരുത്താം. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയുടെ അളവ് എന്ന് പറയുന്നത് ഞാൻ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നോക്കുകയാണ്. കാരണം ചക്കയുടെ ടേസ്റ്റ് കുറയാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് നന്നായി ചക്ക വരട്ടിയത് ചേർത്താലാണ് അട ഇഷ്ടം, ചിലർക്ക് ഒരുപാട് വേണ്ട, ലൈറ്റായിട്ട് മതി, അങ്ങനെ പറയും. അപ്പോൾ നിങ്ങളുടെ രുചിക്ക് അനുസരിച്ച് അളവിലും വ്യത്യാസം വരുത്താം. പിന്നെ കൈകൊണ്ട് തന്നെ ഇത് കുഴയ്ക്കണം. എന്നാലാണ് നമ്മുടെ പഞ്ചസാരയും ഏലയ്ക്കും വരട്ടി വെച്ചിരിക്കുന്ന ചക്കയും നമ്മുടെ അരിപ്പൊടിയും എല്ലാം നന്നായി മിക്സ് ആവുള്ളൂ. ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ്. അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് അരിപ്പൊടിനെ ചേർത്തിട്ടുള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതന്നെ എനിക്ക് ധാരാളമാണ്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് ടൈറ്റും ഒരുപാട് ലൂസും ആവാത്ത രീതിയിൽ, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ച് ലൂസായിട്ട്, എന്നാലാണ് അതിന് ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരളവിൽ തയ്യാറാക്കിയതാണ് ഈ ഒരു മാവ്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഇലയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചെങ്കിൽ ഈ കറുവാപ്പാട്ടയുടെ ഇലയിൽ നമുക്ക് ചക്കട തയ്യാറാക്കാം കേട്ടോ. പിന്നെ പൊടുണ്ണിയുടെ ഇലയിൽ ചെയ്യാം, വാഴയിലയിൽ ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഈ ഒരു ഇലയിൽ ചെയ്യുന്നതാണ് എനിക്കൊക്കെ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു അളവിൽ മാവ് എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് കനത്തിൽ വേണ്ട, കനം കുറച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഈ കറുവാപ്പാട്ടയുടെ ഇലയിലൊക്കെ ചെയ്ത ആ ഒരു ഇലയുടെ സ്മെല്ല് വരും. പൊടുണ്ണിയുടെ ഇലയിൽ ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ല്. പിന്നെ നമ്മുടെ വാഴയിലയിൽ ചെയ്യുമ്പോൾ നമ്മൾ സാധാ അടയൊക്കെ ഉണ്ടാക്കില്ലേ വിഷുവിന്, അപ്പോൾ ഒരു വാഴയിലയുടെ ഒരു സ്മെല്ല് ഉണ്ടാവില്ല, ആ ഒരു സ്മെല്ലാണ് വരിക. നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്കിങ്ങനെ പതുക്കെ പരത്തിയെടുക്കാം. അല്ലെങ്കിൽ നല്ലോണം ഒട്ടലുണ്ടാവും. നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യ് ആഡ് ചെയ്യാം നമുക്കിതിൻ്റെ മുകളിൽ കേട്ടോ. എന്നിട്ട് ഇലത ഒരു സൈഡിൽ നിന്ന് ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അടുത്ത ഭാഗത്തുനിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി ഈ ഒരു സൈഡിൽ നിന്നും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തുനിന്നും മടക്കുക. വളരെ എളുപ്പമല്ലേ? ഇതേപോലെ മടക്കിയിട്ട് നമുക്കിങ്ങനെ പ്ലേറ്റിൽ വെക്കുക. മടക്ക് താഴോട്ടായിട്ട് വേണം വെക്കാൻ. വീണ്ടും അടുത്തൊരു ഇലയിലും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ പതുക്കെ പരത്തിയെടുക്കുക. കയ്യിൽ വല്ലാതെ ഒട്ടുന്നുണ്ടെങ്കിൽ വെള്ളത്തിലോ നെയ്യിലോ ഒന്ന് വിരലൊന്ന് മുക്കി കൊടുക്കുക. ഞാനിവിടെ ആ ചൂടുവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെയാണ് കേട്ടോ കൈ മുക്കിയിരിക്കുന്നത്. ചെറിയ ചൂടുള്ള വെള്ളം നേരത്തെ ചെയ്ത പോലെ തന്നെ 2 സൈഡിൽ നിന്നും നമുക്ക് ഇല മടക്കി കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കുക.
നമുക്കിതുപോലെ മടക്ക് താഴോട്ടാക്കിയിട്ട് പ്ലേറ്റിൽ വയ്ക്കാം. അങ്ങനെ എല്ലാ അടയും നമ്മൾ തയ്യാറാക്കുകയാണ് ഇനി. ദേ നമ്മുടെ അടകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ട്രിപ്പിലേക്കുള്ളത് നമ്മൾ ആവി കയറ്റിയാണ് ചെയ്യുന്നത്, ചുട്ടെടുക്കുകയല്ല ചെയ്യുക. ചക്കട നമ്മളിപ്പോഴും ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആവി കയറ്റിയിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുക ചക്കട. ചക്കട വേവിക്കാനുള്ള പാത്രം ദേ ചൂടായി, വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് ചൂടായിരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അട വെച്ച് കൊടുക്കുകയാണ്. ഇതിനി ആവിയിലിരുന്ന് ഒരു 7-8 മിനിറ്റ് എന്തായാലും വേണം. അതിനുശേഷം മാത്രം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി. നന്നായി വെന്തില്ല എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അരിപ്പൊടിയുടെയും ചക്കടയുടെയും എല്ലാം കൂട്ടൊരു പച്ചച്ചോവ ഉണ്ടായിരിക്കും, അപ്പോൾ അത് മാറണം. അപ്പോൾ നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 7-8 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. ഇല ഇങ്ങനെ വിട്ട് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇല തുറന്ന് നോക്കുക. അപ്പം ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്, മാവ് നമ്മുടെ അടയും ഇലയും വിട്ട് വരുന്നുണ്ടെങ്കിൽ ആയി എന്നാണ് അർത്ഥം. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് അട വാങ്ങിയെടുക്കാം. നല്ലൊരു മണം വരാനുണ്ട് ഈ അട ഇങ്ങനെ തുറക്കണ സമയത്ത്. ആ ഇല വാടി ഇതാവണ ഒരു മണം ഉണ്ടല്ലോ, അത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. എന്താ പറയുക, ഇല വാടുന്നതും ഒപ്പം തന്നെ നമ്മുടെ ഏലക്കയും എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ അത് ഓരോന്നും എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇലയുടെ കളറൊക്കെ മാറി, ഇലയിൽ നിന്ന് വിട്ട് വരുന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ നോക്കിയപ്പോൾ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ മടക്കൊക്കെ ഇങ്ങനെ പതുക്കെ തുറന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ. നല്ല മഴയത്ത് കട്ടൻ കാപ്പി ചക്കടയും അടിപൊളി കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ ചക്കട. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ നാട്ടിലും ചക്കട ഉണ്ടാക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.